മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നാളെ വൈകിട്ടാണ് 4 മണിക്ക് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പി.വി. ജോഷില ചേരുകയാണ്. ജോഷില, കേന്ദ്രത്തിന്റെ അവഗണനയൊക്കെ തുടരുന്നതിനിടെയാണ് അതിവേഗം പുനരധിവാസം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ നടന്നെടുക്കുന്നത്. നാളെ മുഖ്യമന്ത്രി ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഒരുപാട് പേരുടെ പ്രതീക്ഷകൾക്ക് കൂടിയാണ് പുതിയൊരു ഉണർവ് ഉണ്ടാകുക. തീർച്ചയായും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് നാളെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിനുള്ള തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. നാളെ 4 മണിക്കായിരിക്കും തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക. എന്തായാലും ഏറെ ആശ്വാസത്തിലും ഏറെ പ്രതീക്ഷയിലുമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇവിടെയുള്ള പുനരധിവാസത്തിനായി സമ്മതപത്രം നൽകിയ ആളുകൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്നുള്ളത്, വാടക വീട്ടിൽ നിന്നും സ്വന്തമായ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. 6 മാസത്തിനകം തന്നെ ഈ പുനരധിവാസം നടക്കും എന്നുള്ള പ്രതീക്ഷയും അവർക്കുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകളടക്കം കേസിന് പോയിട്ടും ഇതൊക്കെ തന്നെ ഈ പ്രതിസന്ധി അടക്കം മറികടക്കുന്നു. കേന്ദ്രം ഒരു സഹായവും നൽകുന്നില്ല, അതേസമയം സ്ഥലം MP ഒരു സഹായവും നൽകുന്നില്ല. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു സാധാരണ പുനരധിവാസമല്ല, ഇവർക്ക് നല്ല ഒരു ജീവിതം കാഴ്ചവെക്കുന്ന രീതിയിൽ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൽപ്പറ്റ ടൗണിനടുത്തുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 64 ഹെക്ടർ ഭൂമി വാങ്ങിച്ചുകൊണ്ടാണ് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നല്ല ഒറ്റനില വീട് അത് 2 നിലയാക്കി എടുക്കാൻ ഭാവിയിൽ സാധിക്കുമെങ്കിൽ അത്തരത്തിൽ ഉള്ള സംവിധാനത്തോടു കൂടിയ വീടുകൾ, മാത്രമല്ല മറ്റ് സൗകര്യങ്ങൾ, അത്യന്താധുനിക സൗകര്യമുള്ള അംഗനവാടികൾ, ആരോഗ്യ കേന്ദ്രം, ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു സമൂഹത്തിന് ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ആവുന്ന, എങ്ങനെയായിരുന്നോ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഇവരൊക്കെ നേരത്തെ താമസിച്ചിരുന്നത്, അത്രയധികം സൗകര്യങ്ങളോടുകൂടി അവർക്ക് താമസത്തിനുള്ള വകയൊരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ടൗൺഷിപ്പ് ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ജനങ്ങളും എന്നുള്ളതാണ്. എന്തായാലും ആ ദുരന്ത ഭൂമിയിൽ നിന്നും അവരെ കരക്ക് അടുപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഏറെ പണിപ്പെട്ടിട്ടാണെങ്കിലും അതിൽ ശ്രദ്ധയൂന്നുന്നു, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ 4 മണിക്ക് തറക്കല്ലിടൽ ചടങ്ങ് നടക്കും. അസിത. ശരി, പി.വി. ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. അക്ഷരാർത്ഥത്തിൽ പുനർനിർമ്മിക്കുകയാണ് ആ നാടിനെ.